ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. അവരാഹാരം കഴിക്കുന്നത് കണ്ട് സുധീഷ് മുറ്റത്തോട്ട് ഇറങ്ങിപ്പോകുന്നു. കെന്റിന്റെ വക്കത്ത് കയറിയിരിക്കുന്നു. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. സാറെന്താ പതിവില്ലാതെ ഇവിടെ ഇരിക്കുന്നത്? അകത്ത് കയറുന്നില്ലേ? എന്താ ഇപ്പം വേണ്ടത്? അയ്യോ ചൂടാവരുതേ. ഈ വീട്ടിൽ നടക്കുന്നത് ഞാനും നോക്കിക്കൊണ്ടിരിക്കെ. ഈ വീട്ടിൽ നിനക്കൊരു വിലയുമില്ല അല്ലേ? ആ കുട്ടിയെ നീ വണ്ടി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവൾ നിന്നെ വിലക്കി. അപ്പോൾ അത് കണ്ടു നിന്നവർക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ആ കുട്ടി നിന്റെ കൂടെ ജീവിക്കണമെന്ന് അവർക്ക് ഒരു താല്പര്യവുമില്ല. വെറുതെ കഥയുണ്ടാക്കാൻ നിൽക്കരുത്. എടാ കഥയല്ലടാ, പ്രസംഗം നടക്കുന്നത് നേരിട്ട് കണ്ടതല്ലേ. മുമ്പൊക്കെ നീ വരാതെ ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോഴോ? എടാ നീ വന്നാലെന്ത് വന്നില്ലേലെന്ത്, സുഖമായിട്ട് ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിക്കുകയാണ്. എൻ്റെ നിന്റെ ഒരേ അവസ്ഥയായി പോയല്ലോ. നിനക്ക് ഇവിടെ ഒരു വിലയും തരുന്നില്ല. പോരാത്തതിന് ജോലിയും പോയി. ഭാര്യയാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ഭാര്യയാണെന്ന് നിനക്ക് വല്ല ഉറപ്പും ഉണ്ടോ? നിന്റെ ജീവിതം കാണുമ്പോൾ എനിക്ക് വല്ലാതെ പാവം തോന്നുന്നു. പുറത്ത് സമാധാനം കിട്ടാത്തോണ്ടാ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ അതിനേക്കാട്ടിലും വള്ളി ഇവിടെ. എടാ നീ പേടിക്കണ്ട, അച്ഛനെ കണ്ടു പഠിക്ക. ഞാൻ കട്ടിലിട്ട് ഒരു സൈഡിൽ കിടക്കുന്ന പോലെ നീ അപ്പുറത്തെ സൈഡിൽ കട്ടിലിട്ട് കിടന്നാൽ മതി. ഒന്ന് നിർത്തിക്കൂടെയോ? വല്ലപ്പോഴും മക്കളെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ നല്ല രസമാടാ, അതുകൊണ്ടാടാ പറഞ്ഞത്. ഞാൻ പോവാ. സുധീഷ് നീ എവിടെ പോടാ നീ ഈ രാത്രിയിൽ? പിന്നെ കാണിക്കുന്നത് സുധീഷും മുതലാളിയും കൂടെ ബാറിൽ പോയി വെള്ളം അടിക്കുന്നതാ. പതിയെ കുടിക്കടാ, അല്ലെങ്കിൽ നിന്റെ ചങ്ക് കലങ്ങി പോകും. ഇവിടെ കിടന്ന് കുടിച്ച് കുഴഞ്ഞു വീണാലും എന്നെ ചോദിക്കാൻ ആരും വരത്തില്ല. അതെന്താടാ അങ്ങനെ പറഞ്ഞത്? എന്നെ ഞാൻ കൊണ്ടുപോകും. നീ വീട്ടിൽ വന്ന് വിഷമിച്ചിരുന്നപ്പോൾ ഞാനാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. തിരിച്ചു കൊണ്ടുപോകാനും എനിക്കറിയാം. എടാ പെയ്യെ കുടിക്കടാ. നിന്റെ വിഷമം എന്താടാ? SI ആണെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി 1 മാസത്തിന് നിന്റെ ലൈസൻസ് മേടിച്ച് വെച്ച്. അത് 1 മാസം കഴിയുമ്പോൾ കിട്ടുമല്ലോ. എടാ 1 മാസം പോയി നീ വല്ല ടൂറിനെങ്ങാനും പോ. നിന്നെ വിശ്വസിച്ച് വന്ന് നിന്റെ പെൺകുട്ടിയും കുട്ടി ടൂറിന് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുക. അവൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, മണ്ണാങ്കിട്ടയുമില്ല. അവൾക്ക് മാത്രമല്ല, തോമസ് ഏട്ടനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയരുത്. ജീവിതത്തിൽ ആർക്കും എന്നോടൊരു വിലയുമില്ല. സ്വന്തം ഭാര്യയ്ക്ക് പോലും എന്നോടൊരു വിലയുമില്ല. വീട്ടിലെല്ലാവരോടും അവൾക്ക് സ്നേഹമാണ്. സുഭാഷ് ഏട്ടനാണെങ്കിൽ അവൾക്ക് മൂത്ത ചേട്ടൻ, സുഭാഷ് ഏട്ടന് കുഞ്ഞി പെങ്ങള്, അനിയത്തിയോടുള്ള ഇഷ്ടം താഴത്തും തലയിലും വെക്കാതെയാണ് കൊണ്ട് നടക്കുന്നത്. നികേഷ് ആണെങ്കിൽ അവിടെ കുഞ്ഞനിയൻ, അവനാണെങ്കിൽ അമ്മ പാട്ടുപാടി ഉറക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. എന്തിനു പറയാൻ, എൻ്റെ നേരെ ഇളയത് അനിയൻ ഹരീഷ് മെക്കാനിക്കൽ, അവനോട് വരെ അവൾക്ക് സ്നേഹമാണ്. പക്ഷേ എന്നോട് മാത്രമില്ല. എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയ ഉടക്ക് വർത്താനം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുത്തുവാക്കുകളും. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണവും കഴിഞ്ഞതല്ലേ? അത് ശരിയാ. പിന്നെ നിങ്ങളുടെ ഇടയിൽ എന്താ പ്രശ്നം? ചേട്ടനെയും അനിയന്മാരെയും കാണുന്ന പോലെയാണ് എന്നെ കാണുന്നതെന്നൊരു സംശയം. 4 ആങ്ങളമാരുള്ള ഒരു വീട്ടിലെ പെങ്ങളുട്ടിയാണെന്നാ വിചാരം. ഇത് കേട്ടിട്ട് എൻ്റെ തന്ത പറയുക അവളെ വേറെ ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്ന്. ഇത് എന്തൊരവസ്ഥയാണ്? എടാ നീ പറയുന്ന എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. തോമസ് ഏട്ടന് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്ന ആരോടും പറയരുത്. പറയുമോ? ഇല്ല, ഞാൻ പറയത്തില്ലടാ. ഞാനിപ്പോഴും അനിയന്മാരുടെ കൂടെയാണ് കിടക്കുന്നത്. അവളാണെങ്കിൽ റൂമിലും. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ തോമസ് ഏട്ടാ അങ്ങനെ പറയുന്നത്? എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെന്താ? അത് തോമസ് ഏട്ടാ, അല്ലെങ്കിൽ വേണ്ട. നീ എന്തോ മറയ്ക്കുന്നുണ്ട്. പറയടാ. ഇതൊരു കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. അതെന്താ, നിങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ചാടണമായിരുന്നു. അതുകൊണ്ടാണ് നുണ പറഞ്ഞത്. ചില സത്യങ്ങളുമുണ്ടേ. അവക്കാണ് കല്യാണം ശരിക്കുമുള്ള കല്യാണമല്ലാത്തത്. എനിക്ക് ശരിക്കുമുള്ള കല്യാണം തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. എന്നെ അങ്ങോട്ട് ഡ്രൈവറായിട്ട് വിട്ടത് കല്യാണോട്ടത്തിനല്ലായിരുന്നു. അപ്പോഴത്തേന് ആ നിധിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവരുടെ ചേട്ടനും അച്ഛനും കെട്ടിച്ചേ മതിയാവൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോട് സഹായം ചോദിച്ചു. എനിക്ക് കണ്ട മാത്രമേ അവളെ ഇഷ്ടമായിരുന്നു തോമസ് ഏട്ടാ. തിരുവനന്തപുരത്ത് ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു തോമസ് ഏട്ടാ. രാത്രി അവരുടെ അച്ഛനും ചേട്ടനും വരുന്നു. പിന്നെ കഥ മൊത്തം പറഞ്ഞു കൊടുക്കുന്നു സുധീഷ്. അങ്ങനെയാണ് കല്യാണം നടന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ അവൾക്ക് എന്നോട് പ്രേമം വരുമെന്നാണ് കരുതിയത്. 4 മാസമായി അവളുമായി അടുക്കാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അടുത്ത് വരുമ്പോഴത്തേന് അവളങ്ങ് മാറിപ്പോകും. അങ്ങനെയാണോ? ഞാൻ കാശ് കൊടുത്തൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. അവൾ എന്നെ പഠിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല. അതിനും ആ തെണ്ടികൾ മതിയായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും അവഗണിക്കുവാണ്. അതെനിക്ക് സഹിക്കാൻ വയ്യ. തോമസ് ഏട്ടൻ എന്നെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമോ? ഞാൻ വിചാരിച്ച് നീ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുവാണെന്ന്. നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വന്നപ്പോൾ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് പോലും പാവം തോന്നിപ്പോയി. ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടിട്ട് മണ്ണാങ്കട്ട. അവൾ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പിന്നല്ലേ ഭർത്താവായിട്ട് കാണുന്നത്. വെറുതെ ഇരിക്കേണ്ട വായി ഇരിക്കുന്നതൊന്നും കേൾപ്പിക്കരുത്. നിന്റെ വീട്ടിലല്ലേ താമസം. നിന്റെ ഭാര്യയാണെന്നല്ലേ ഈ നാട്ടുകാർ മൊത്തം വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയല്ലെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സുധീഷിൻ്റെ ഭാര്യയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. എടാ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് തിരിച്ചറിഞ്ഞ് നീ പെരുമാറാൻ ശ്രമിക്കണം. എടാ കല്യാണം കഴിഞ്ഞില്ലേ, ഭർത്താവായിട്ട് ജീവിക്കാൻ നോക്കുക. അവൾ നിന്നെ അങ്ങനെ കാണുന്നില്ല എന്നതാണ് നിന്റെ തെറ്റ്.
എടാ, ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾ പറയത്തില്ല. നമ്മൾ ആണുങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം. നിന്റെ ചേട്ടനോടും അനിയന്മാരോടും ഉള്ള ഇഷ്ടമല്ലല്ലോ നിന്നോട് കാണിക്കുന്നത്. അല്ലല്ലോ? അല്ല. എടാ, ഒരു അടുപ്പം മനസ്സിലാക്കി പെരുമാറാൻ നോക്കണം. അതും പ്രതീക്ഷിച്ച് അവൾ ഇരിക്കുന്നെങ്കിലോ? എടാ, ഇന്ന് നേരെ കയറി ചെല്ലുക, ഭർത്താവാകുന്ന രീതിയിൽ പെരുമാറുക. അതിരുകഴിഞ്ഞ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാകും. നീ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് തോന്നും. നിന്റെ ഭാര്യ ജോലിക്കൊക്കെ പോയി തുടങ്ങിയില്ലേ? അവിടെ നിന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർ കാണും ആ ഗ്യാപ്പിൽ കയറാൻ. അപ്പം വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ കാണിക്കുന്ന വീട്ടിൽ വരുന്നു, അവരെല്ലാവരും ഉറങ്ങുവാണ്, സിറ്റൗട്ടിലിരിക്കുന്നു. സുധീഷ് അവിടെ നിന്ന് പാട്ട് പാടുന്നു. അച്ഛൻ ചോദിക്കുന്നു, ആരാ പാട്ട് പാടിയത്? നീയാണോ? ഞാൻ വിചാരിച്ചു നീ പോയ പോക്കി അതുവഴി അങ്ങ് പോയതാന്ന്. ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് കരുതിയില്ല. എന്നെക്കൊണ്ട് ഭ്രാന്ത് പിടിപ്പിക്കാതെ. നീ കുടിച്ചിട്ടുണ്ടോ? നീയും എൻ്റെ പാതയിൽ തന്നെ തുടരുവാണല്ലേ? എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പുത്രന്മാരിൽ ഒരാളെങ്കിലും എൻ്റെ പാത തുടരുന്നുണ്ടല്ലോ. എടാ മോനെ, നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. എനിക്ക് നിങ്ങളുടെ സഹതാപം ഒന്നും വേണ്ട. സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും പോയി ഇരിക്ക്. ഒരച്ഛനെന്ന നിലയിൽ സ്വന്തം മക്കളുടെ ജീവിതം ആലോചിക്കുന്നത് സ്വന്തം കാര്യമല്ലയോ? എടാ മോനെ, നീയും ആ കുട്ടി ഒരുമിച്ച് ജീവിതം ജീവിച്ച് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ വീട്ടിൽ വേറെ ആർക്കുമില്ല. എടാ മോനെ, അതിന് കാരണം എന്താണെന്നറിയാമോ? അവർക്കൊരു കൂടപ്പിറപ്പിനെ കിട്ടിയാൽ മതി. നിധി ഈ വീട്ടിൽ ഉണ്ടായാൽ മതി. അല്ലാതെ നിൻ്റെ ഭാര്യയാവണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. എടാ മോനെ, നിൻ്റെ ഭാര്യയല്ലേ അവൾ? നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. തിരിച്ചും അതേപോലെ. ഭാര്യ ഭർത്താവ് ജീവിതം അതേപോലെ സ്മൂത്തായിട്ട് പോകണം. അതിന് പകരം ചേട്ടനും അനിയനും പറയുന്നത് അവൾ കേൾക്കും, അവൾ പറയുന്നത് ചേട്ടനും അനിയനും കേൾക്കും. അത് വേണം. അത് നല്ലതാണ്. കുടുംബത്തിലാണെങ്കിൽ ഒത്തൊരുമ ഇതൊക്കെ വേണം. എടാ മോനെ, നിൻ്റെ ജീവിതത്തിൽ ബെസ്റ്റ് എന്തുവാ? അത് അറിയാവുന്നത് കൊണ്ട് വീണ്ടും പറയുകയാണ്. എടാ മോനെ, ഈ നാട്ടിൽ എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ കല്യാണം കഴിക്കുന്നത്? വീട്ടുകാരുടെ ഇഷ്ടം കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ പൊരുത്തക്കേടൊക്കെ തോന്നും. എന്നിട്ട് പിരിയുമോ? പിന്നെ അങ്ങനെ ഇഷ്ടമാണെന്ന് പുറത്ത് കാണിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞും കുട്ടികളും ഒക്കെ ആകും. അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടാലേ നിവൃത്തിയുള്ളെന്ന് വിചാരിക്കും. പിന്നെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ കുട്ടികളൊക്കെ വലുതാവും. അപ്പം നമുക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലും ആകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ 50 വയസ്സ് കഴിയുമ്പോഴാണ് സ്നേഹം ഉടലെടുക്കുന്നത്. രണ്ടുപേരുടെ അകവും പുറവും മനസ്സിലാക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോഴാണ് ആ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിച്ചു പോകുമ്പോഴാണ്. അല്ലാതെ അകത്തും പുറത്തും കിടന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം. എന്നെ കാണിക്കുന്ന സുധീഷ് എണീറ്റ് പോകുന്നു. അകത്ത് ചെല്ലുമ്പോൾ സുഭാഷേട്ടനൊക്കെ നല്ല ഉറക്കം. നിധിയുടെ റൂമിൻ്റെ അരികിലേക്ക് പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.